ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം 6 രാജ്യം യുദ്ധത്തിനുള്ള എല്ലാ പടക്കോപ്പുകളും കൂട്ടി ലോകരാജ്യങ്ങൾ പിന്തുണയുമായി രംഗത്തെത്തി. പക്ഷേ പ്രിയങ്കയെ മാത്രം കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തന്ത്രപ്രധാനമായ കാര്യമാണ്, വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രിയങ്ക മാത്രം ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, കാണാനുമില്ല, കേൾക്കാനുമില്ല അവരെ. ഇതിപ്പോൾ ഇത്രയും നാളായിട്ട് ട്വിറ്ററിലെങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്വരം പ്രിയങ്ക ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടില്ല. ഇന്ദിരയുടെ കൊച്ചുമകൾ രാജ്യം അവരെ ജൂനിയർ ഇന്ദിര എന്ന് വിളിച്ച് പ്രകീർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ അവരിൽ നിന്നും ഒരു ചടുല നീക്കം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ പോരാടുമ്പോൾ ഒരു ചെറുവിരലനക്കം നടത്താൻ പ്രിയങ്ക തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി സുരക്ഷാ വീഴ്ചയെ പറ്റിയും പ്രിയങ്കയ്ക്ക് യാതൊന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണിത്? കോൺഗ്രസിന്റെ തലപ്പത്തുള്ള പ്രിയങ്ക തന്റെ 17ാം വയസ്സിൽ രാഷ്ട്രീയത്തിന്റെ അങ്കത്തട്ടിൽ പയറ്റി തെളിഞ്ഞു എന്ന് പറയുമ്പോഴും ഈ അടിയന്തര സാഹചര്യത്തിൽ അവരെവിടെ പോയി? ഈ കുറച്ചധികം ദിവസങ്ങളായിട്ട് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗോതയിൽ പ്രിയങ്കയെ കണ്ടിട്ടേയില്ല. എന്തുകൊണ്ടാണത്? തന്റെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള ED കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് കൊണ്ടാണോ? കഴിഞ്ഞ ആഴ്ചയിലാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ED വീണ്ടും രംഗത്തെത്തിയത്. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ED രംഗത്തെത്തിയത്. അന്ന് സ്വന്തം വസതിയിൽ നിന്നും ഇത് കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തിക്കൊണ്ടാണ് റോബർട്ട് വാദ്ര ED ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. അതൊക്കെ 8 കോളം വാർത്തയായതുമാണ്. അതിനു മുൻപ് തന്ത്രപ്രധാനമായ വഖഫ് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോഴും പ്രിയങ്കയെ കാണാനേ ഉണ്ടായില്ല. 3 വരി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക എത്തിയില്ല എന്ന തരത്തിൽ അന്ന് വാർത്തകൾ നിറഞ്ഞതാണ്. അതേസമയം ഈ വഖഫ് JPCക്ക് വിട്ടപ്പോഴൊക്കെ ആ കമ്മിറ്റിയിൽ പോലും അംഗമായ ഒരു കോൺഗ്രസ് MP കൂടിയാണ് പ്രിയങ്ക. പക്ഷെ എന്നിട്ടും പ്രിയങ്ക എത്താതിരുന്നത് വലിയ തിരിച്ചടി ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് കിട്ടുകയും ചെയ്തിരുന്നു. അന്ന് ഈ തിരിച്ചടിയെ മറികടക്കാൻ കോൺഗ്രസ് പറഞ്ഞത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചത് പ്രകാരം ബന്ധുവിന്റെ ചികിത്സാർത്ഥം വിദേശത്തായിരുന്നു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇന്ദിരയുടെ കൊച്ചുമകൾ എവിടെ എന്നാണ് ചോദിക്കാനുള്ളത്.